നമുക്ക് ആ സ്പെഷ്യൽ മന്തി കണ്ട് നോക്കിയാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബസ്മതി വൈറ്റ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഊറ്റുന്നതല്ല, നമ്മൾ വിസിലാണ് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിക്കനുസരിച്ചായിരിക്കും നമ്മളിവിടെ ഒരു വിസിലാണ് വരുത്തുന്നത്. അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. ഇനി ഇതൊക്കെ മൂടി വെച്ചിട്ട് നമുക്ക് വിസിൽ വരുത്തിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതാ ഇനി ചിക്കനൊക്കെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടതാണ് വലിയ ഉള്ളിയും വേണം. അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും അതുപോലെ തന്നെ മന്തി മസാലയും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ്. പിന്നെ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അരമുറി ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ കുറച്ച് ചേർത്തതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ എക്സ്ട്രാ ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടതാണ് നെയ്യും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ച തക്കാളി അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഒരു മാഗി ക്യൂബും മന്തി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അരമുറി ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണേ, അത് അറിയാതെ പെട്ടതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിനി ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ദം ചെയ്യുന്നത് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ സ്പെഷ്യൽ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.